ഹലോ ഡിയേഴ്സ്, മക്കളെ, നിങ്ങളുടെ ആനുവൽ പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. നമുക്ക് പരീക്ഷയുടെ ടൈം ടേബിളൊക്കെ വരുമ്പോഴാണ് ഒന്ന് പഠിച്ചു തുടങ്ങണം എന്ന തോന്നലൊക്കെ വരാറ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ദിവസങ്ങളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി ടൈം മാനേജ് ചെയ്തുകൊണ്ട് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സ്കോർ നിങ്ങൾക്ക് നേടാൻ സാധിക്കുക. 9ാം ക്ലാസ്സിലെ ആനുവൽ പരീക്ഷ കുറച്ച് ക്രൂഷ്യലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ SSLC പരീക്ഷ എങ്ങനെയാണോ അതേ മാതൃകയിലുള്ള ഒരു ചോദ്യപേപ്പറാണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല, 9ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിൽ നിങ്ങൾ നേടുന്ന മാർക്ക് അനുസരിച്ചായിരിക്കും പല സ്കൂളുകളിലും അടുത്ത വർഷം 10ാം ക്ലാസ്സിൽ ഏത് ഡിവിഷനിൽ നിങ്ങൾ പഠിക്കണം എന്ന കാര്യം തീരുമാനിക്കപ്പെടുന്നത്. അതായത് 9ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളെ എല്ലാവരെയും ഒരു ക്ലാസ് റൂമിലേക്ക്, അതായത് സ്കൂളിൻ്റെ ഏറ്റവും കോർ ബാച്ചായിട്ട് ആ കുട്ടികളെ കണ്ടുകൊണ്ട് അവരെ ഒരു A+ ബാച്ചായിട്ട് തരംതിരിക്കാനും അവർക്ക് ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകൾ ലഭിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സ്കൂളിൽ അങ്ങനെ ഒരു A+ ബാച്ച് ഉണ്ടെങ്കിൽ ആ A+ ബാച്ചിൽ ആദ്യം വരേണ്ട പേര് നിങ്ങളുടെ ഓരോരുത്തരുമായിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കേണ്ടത്. ഒരുപക്ഷെ കലോത്സവം കാരണവും ചില അസുഖങ്ങൾ കാരണമൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരീക്ഷ അടുത്ത് വരുന്ന സമയത്ത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ചെറുതല്ലാത്ത ബുദ്ധിമുട്ടും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകും. എന്നാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇനിയുള്ള 10 ദിവസങ്ങൾ ഏറ്റവും ഗംഭീരമായിട്ട് പഠിക്കാനുള്ള എല്ലാ സപ്പോർട്ടും നൽകാനാണ് Xylem ഉള്ളത്. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് Xylem Class 9 എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് വരാൻ പോകുന്ന ആനുവൽ എക്സാമിന് വേണ്ടിയുള്ള ഓരോ ചാപ്റ്ററിൻ്റെയും നോട്ട്സും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കൂടെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ചാപ്റ്ററുകളുടെയും എല്ലാ സബ്ജക്റ്റുകളുടെയും ഫ്രീ നോട്ട്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഇനിയുള്ള 10 ദിവസങ്ങൾ കൃത്യമായി ടൈം മാനേജ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പരീക്ഷ അടുക്കും തോറും നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ നമ്മൾ കുറേ ആത്മാർത്ഥമായിട്ട് പരീക്ഷയുടെ തലേ ദിവസം പഠിക്കാനൊക്കെ ശ്രമിക്കും. പക്ഷേ നമ്മൾ ഈ സമയത്ത് പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ അന്ന് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും. ആ ടെൻഷൻ കാരണം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തെടുക്കാനോ അത് പരീക്ഷയിൽ എഴുതാനോ നിങ്ങൾക്ക് സാധിച്ചത് വരില്ല. അത് നിങ്ങളെ അടുത്ത പരീക്ഷകളെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ തുടങ്ങേണ്ടതുണ്ട്. ഇനിയുള്ള 10 ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ആ ദിവസങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം? പരീക്ഷയ്ക്കിടയിൽ കൃത്യമായ ഇടവേളകളുണ്ട്. ഈ 10 ദിവസങ്ങൾ നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്കിടയിലുള്ള ഗ്യാപ്പുകൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് റിവിഷന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ റിവിഷനും എല്ലാം കഴിഞ്ഞ് നിങ്ങൾ പോയിട്ട് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റിലും A+ നേടാൻ സാധിക്കും. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി മാർക്സ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ Xylemത്തിൻ്റെ ഏറ്റവും എക്സ്പേർട്ടുകളായിട്ടുള്ള അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെ രാപ്പകലില്ലാതെ കൂടെ തന്നെ ഉണ്ടാകും. അതിനുവേണ്ടി നിങ്ങൾ ഈ ചാനലിൻ്റെ കൂടെ തന്നെ വരിക. ഞങ്ങളുടെ കൂടെ വന്നാൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നാളെ കൃത്യം 7:30 നമുക്കൊരു സ്റ്റഡി പ്ലാൻ ലോഞ്ച് ഉണ്ട്. ആ ലോഞ്ച് നിങ്ങളെല്ലാവരും അറ്റൻഡ് ചെയ്യുക. ആ ലോഞ്ചിൽ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പഠിക്കണമെന്നും ഓരോ സബ്ജക്റ്റിനെയും എങ്ങനെയാണ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതും ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടതും എന്നും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് പറഞ്ഞുതരും. അപ്പോൾ നാളെ കൃത്യം 7:30 ഞായറാഴ്ച കൃത്യം 7:30 നമുക്ക് കാണാം. അടിപൊളിയായിട്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് തന്നെ നേടാൻ കഴിയട്ടെ. അതിനുവേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും Xylem തരും. നമുക്ക് ഒരുമിച്ച് ഫുൾ മാർക്ക് നേടിയെടുക്കാം.